കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള BSc ഹോണേഴ്സ് ഹോർട്ടിക്കൾച്ചർ കോഴ്സിൻ്റെ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതിൻ്റെ അപ്ലിക്കേഷൻ കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ. അപ്പോൾ അതിൽ തൃശ്ശൂർ വെള്ളാനിക്കര ക്യാമ്പസിലെ ഹോർട്ടിക്കൾച്ചർ കോഴ്സിനുള്ള 2024-25 വർഷത്തെ അപ്ലിക്കേഷൻ നിങ്ങൾ കൊടുക്കുന്നുവെങ്കിൽ ഈ സൈറ്റ് വഴിയാണ് കൊടുക്കേണ്ടത്. അതായത് www.admission.ku.in എന്നുള്ള സൈറ്റ് വഴി. അതിൽ കോഴ്സിൻ്റെ പേര് BSc ഹോണേഴ്സ് ഹോർട്ടിക്കൾച്ചർ, ക്യാമ്പസ് വെള്ളാനിക്കര തൃശ്ശൂർ. ആകെ 40 സീറ്റാണുള്ളത്. ആ 40 സീറ്റിൽ 32 സീറ്റ് നീറ്റ് ക്വാളിഫൈ ചെയ്ത് കീമിൻ്റെ സ്റ്റേറ്റ് മെഡിക്കൽ റാങ്ക് ലിസ്റ്റിൽപ്പെട്ട കുട്ടികൾക്കും 8 സീറ്റ് CUET എഴുതി ക്വാളിഫൈ ആയ കുട്ടികൾക്കുമാണ്. അങ്ങനെ ആകെ 40 സീറ്റാണ്. 4 വർഷത്തെ 8 സെമസ്റ്ററുള്ള 4 വർഷത്തെ കോഴ്സാണ്. എലിജിബിലിറ്റി ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. നീറ്റ് ക്വാളിഫൈ ചെയ്ത് കീമിൻ്റെ മെഡിക്കൽ റാങ്കിൽ വന്ന കുട്ടികളും അതേപോലെ CUETയുടെ എക്സാം ക്വാളിഫൈ ചെയ്ത കുട്ടികളുമാണ് അല്ലെങ്കിൽ അവർക്കുമാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഇതിൻ്റെ കോഴ്സ് ഫീ നോക്കുക. അഡ്മിഷൻ ഫീ 4000 രൂപയാണ്. ഇത് ഒരു പ്രാവശ്യം അടച്ചാൽ മതി. പിന്നെ കോളേജിൻ്റെ കോഷൻ ഡെപ്പോസിറ്റ് 2 ലക്ഷം രൂപയാണ്. അപ്പോൾ അത് വൺ ടൈമാണ്, ഒരു പ്രാവശ്യം അടച്ചാൽ മതി. ഇനി സെമസ്റ്റർ ഫീ നോക്കുക. ഒരു സെമസ്റ്ററിന് നിങ്ങൾ അടയ്ക്കേണ്ട ട്യൂഷൻ ഫീ 97,760 രൂപയും സെമസ്റ്ററിൻ്റെ എക്സാം ഫീ 640 രൂപയും സ്പെഷ്യൽ ഫീ 1600 രൂപയും പിന്നെ ഇത് കൂടാതെ അപ്പോൾ ടോട്ടൽ ഇതെല്ലാം കൂടെ ചേർത്ത് 1 ലക്ഷം രൂപ. അതായത് ടോട്ടൽ 1 ലാഖാണ് ഒരു സെമസ്റ്ററിന് വരിക. അങ്ങനെ 8 സെമസ്റ്ററാണ് നിങ്ങൾക്ക് കോഴ്സിനുണ്ടാവുക. ഇത് അപ്ലൈ ചെയ്യാനുള്ള ഷെഡ്യൂൾ നോക്കുക. ഓൺലൈൻ അപ്ലിക്കേഷൻ നവംബർ 14 തീയതി തുടങ്ങി. ലാസ്റ്റ് ഡേറ്റ് ഡിസംബർ 3 തീയതി വരെയാണ്. ഡിസംബർ 3 തീയതി, അതായത് നവംബർ 14 തുടങ്ങി ഡിസംബർ 3 തീയതി വരെയാണ് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റുക. ഈ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതും ഡേറ്റ് ഓഫ് അഡ്മിഷനും ഒക്കെ പിന്നാലെ അപ്ഡേറ്റ് വരികയുള്ളൂ ഈ പറഞ്ഞ സൈറ്റിൽ. അത് നമ്മൾ ആ സമയത്ത് അതിൻ്റെ അപ്ഡേറ്റ് തരാം. ഇതിൽ അപ്ലിക്കേഷൻ ഫീസ്, അതായത് എക്സാമിന് നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ 1000 രൂപയാണ് നിങ്ങൾ അടയ്ക്കേണ്ടത്. അതായത് നോൺ റീഫണ്ടബിൾ ആണ്. ഇത് രജിസ്ട്രേഷൻ ഫീ ആണ്, അപ്ലൈ ചെയ്യുന്നതിനുള്ള ഫീ ആണ്. SC കാൻഡിഡേറ്റ് അല്ലെങ്കിൽ ST കാൻഡിഡേറ്റ്, അതായത് മലയാളികളായ കേരള നേറ്റീവായ SC ST അതേപോലെ ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികൾ 500 രൂപ അടച്ചാൽ മതിയാവും. ഇനി അപ്ലൈ ചെയ്യാനുള്ള പ്രൊസീജിയർ നോക്കുക. അതിലാദ്യം നമ്മൾ നേരത്തെ പറഞ്ഞ admission.ku.in എന്നുള്ള സൈറ്റിൽ ലോഗിൻ ചെയ്യുക. പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ വായിച്ച് നോക്കാം. ഞാനിപ്പോൾ ഈ കാണിച്ചതൊക്കെ പ്രോസ്പെക്ടസ് ആണ്. അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാൻഡിഡേറ്റ് രജിസ്ട്രേഷനുള്ള ലിങ്കിൽ പോവാം. അതിൽ നിങ്ങളുടെ ഡീറ്റെയിലും പാസ്വേഡും ഒക്കെ കൊടുത്ത് കാൻഡിഡേറ്റ് പോർട്ടൽ സെറ്റ് ചെയ്യാം. എന്നിട്ട് റീസെൻറ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് JPEG ഫോർമാറ്റിൽ അപ്ലോഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരു അപ്ലിക്കേഷൻ നമ്പർ, ഒരു രജിസ്ട്രേഷൻ നമ്പർ കിട്ടും. ആ രജിസ്ട്രേഷൻ നമ്പർ നോട്ട് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി സ്റ്റെപ്പ് നമ്പർ 2 വരുന്നു. എഗെയിൻ കാൻഡിഡേറ്റ് ലോഗിൻ എന്നുള്ള രജിസ്ട്രേഷൻ ഉള്ളത് കഴിഞ്ഞു. ഇനി ലോഗിൻ ആണ്. ലോഗിൻ കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. ബാക്കി ഡീറ്റെയിൽസ് കൊടുക്കുക. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പായിട്ട് ഡോക്യുമെൻറ്റിൻ്റെ അപ്ലോഡിംഗ് ആണ്. എന്തൊക്കെ അപ്ലോഡ് ചെയ്യണമെന്ന് നോക്കുക. ഒന്ന്, നിങ്ങൾ ഓൺലൈൻ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പ്രിൻ്റ് ഔട്ട് റെസിപ്റ്റ് ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫീ പേയ്മെൻറ്റ്, ഫീ പേ ചെയ്തതിൻ്റെ, അതായത് രജിസ്ട്രേഷൻ ഫീ പേ ചെയ്തതിൻ്റെ പ്രിൻ്റ് ഔട്ട് അപ്ലോഡ് ചെയ്യണം. റെലവൻറ്റ് പേജ്, അതായത് നിങ്ങളുടെ ഏജ് തെളിയിക്കുന്ന ഒരു ഡോക്യുമെൻ്റ്, അതായത് SLC ബുക്കിൻ്റെ ഫസ്റ്റ് ഫ്രണ്ട് പേജ്, അതായത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കാണിക്കുന്ന ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കാം. പിന്നെ മാർക്ക് ലിസ്റ്റാണ്. അവിടെ ഒറിജിനൽ മാർക്ക് ലിസ്റ്റിൻ്റെ സ്കാൻഡ് ഇമേജ് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ അതിൽ അവിടെ ആവശ്യപ്പെടുന്ന ഡോക്യുമെൻ്റ് എന്താണോ അത് അപ്ലോഡ് ചെയ്യണം. പിന്നെ ഡേറ്റാ ഷീറ്റ്. ഈ ഡേറ്റാ ഷീറ്റ് എന്ന് പറയുന്നത് കീമിൽ രജിസ്റ്റർ ചെയ്ത കുട്ടികൾക്ക് നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ നിന്ന്, കീമിൻ്റെ കാൻഡിഡേറ്റ് പോർട്ടലിൽ കിട്ടുന്ന ഡേറ്റാ ഷീറ്റ് ഉണ്ടാവും. അത് ഡൗൺലോഡ് ചെയ്തിട്ട് അത് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അതേപോലെ CUETയുടെ റാങ്ക് കാർഡ് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. ഇനി അപ്പോൾ അതിൽ CUET ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി CUETയിൽ ക്വാളിഫൈ ആയിരിക്കണം. ഏതെങ്കിലും സബ്ജക്റ്റ് എഴുതിയാൽ പോരാ. CUETക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എക്സാം എഴുതിയിട്ടുണ്ടാവണം. അതേപോലെ NCL കാറ്റഗറി ആണെങ്കിൽ NCL സർട്ടിഫിക്കറ്റ് വില്ലേജിൽ നിന്ന് മതി, വാലിഡിറ്റി ഉള്ളതായിരിക്കണം. കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് SC ST കാൻഡിഡേറ്റ് താലൂക്കിൽ നിന്നുള്ളതായിരിക്കണം. ഇത് താലൂക്കിലേതായിരിക്കണം, ഇത് വില്ലേജിലേതാണ്. ഇക്കണോമിക്കലി വീക്ക് സെക്ഷൻ അതും വില്ലേജിലേതാണ്. ഇനി ഡിസബിലിറ്റി ഉള്ള കുട്ടികളാണെങ്കിൽ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ഇത്രയും ഡോക്യുമെൻ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. പിന്നെ സ്റ്റെപ്പ് നമ്പർ 4 പോവാം. ഇനി ഫീ പെയ്ഡിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റെപ്പ് നമ്പർ 5 പ്രിൻ്റ് ഔട്ട്, ഈ കൺഫർമേഷൻ പേജ് പ്രിൻ്റ് ഔട്ട് എടുക്കണം.
പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ കൺഫർമേഷൻ പേജ് പ്രിന്റ് ഔട്ട് എടുത്താൽ ഇതിൻ്റെ ഒരു കോപ്പി നിങ്ങളുടെ കയ്യിലില്ല, എപ്പോഴും സൂക്ഷിക്കണം. പിന്നീട് അഡ്മിഷൻ പ്രൊസീജിയറിൻ്റെ സമയത്ത് അതിൻ്റെ ആവശ്യം വരും. ആ സീറ്റ് മാട്രിക്സ് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. ടോട്ടൽ 40 സീറ്റാണ്. അതിൽ 80% സീറ്റ് നീറ്റ് ക്വാളിഫൈ ചെയ്ത് കീമിൽ രജിസ്റ്റർ ചെയ്ത കുട്ടികൾക്കാണ്. അത് 32 സീറ്റ് ഉണ്ടാവും. 20% സീറ്റ് CUET ക്വാളിഫൈ ചെയ്ത കുട്ടികൾക്കാണ്. അത് 8 സീറ്റും ഉണ്ടാവും. കീമ് വഴിയുള്ള ആ 32 സീറ്റ് നോക്കാം. ആ 32 സീറ്റിൽ 16 സീറ്റ് ഓപ്പൺ മെറിറ്റ് ആണ്, എല്ലാവർക്കും അപ്ലൈ ചെയ്യാം. 3 സീറ്റ് EWSനാണ്. ഈഴവ കമ്മ്യൂണിറ്റിക്ക് 3 സീറ്റ് ഉണ്ടാവും. മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് 3 സീറ്റ് ഉണ്ടാവും. ബാക്ക്വേർഡ് ഹിന്ദുവിന് 1 സീറ്റ് ഉണ്ടാവും. ലാറ്റിൻ കാത്തലിക്കിന് 1 സീറ്റ് ഉണ്ടാവും. ധീവര അല്ലെങ്കിൽ റിലേറ്റഡ് കമ്മ്യൂണിറ്റീസിന് 1 സീറ്റ് ഉണ്ടാവും. വിശ്വകർമ്മ ആൻഡ് റിലേറ്റഡ് കമ്മ്യൂണിറ്റിക്ക് 1 സീറ്റ് ഉണ്ടാവും. SC 2 സീറ്റും ST 1 സീറ്റുമാണ്. പറഞ്ഞത് രജിസ്റ്റർ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ്. ഇനി ഇതിൻ്റെ റാങ്ക് ലിസ്റ്റും ഒക്കെ വന്നു കഴിയുമ്പോൾ ജോയിൻ ചെയ്യുന്ന പ്രൊസീജിയറും ഒക്കെ ആയിട്ടുള്ള ഡീറ്റെയിൽ അതത് സമയങ്ങളിൽ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം. കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞാൻ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.